ഹലോ മുത്തുമണികളെ, അപ്പോൾ കോട്ടക്കൽ പൂരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 12-ാം തീയതി തൊട്ട് 18-ാം തീയതി വരെയാണ് പൂരം നടക്കുന്നത്. അപ്പം ഇനി ഇവിടെ നിങ്ങളുടെ 7 ദിവസം കോട്ടക്കൽ പൂരത്തിൻ്റെ നാളുകൾ കേട്ടോ. അപ്പം അങ്ങോട്ട് പോവുകയാണ്. ഞാനുണ്ട്, ഇന്നൂസ്, ഹാപ്പിട്ടനും കൂടെയാണ് പോണത്. നിനൂസ് ഇല്ല, നിനൂസ് അവളുടെ അമ്മാൻ്റെ വീട്ടിൽ പോയതാണ് കേട്ടോ. ഇവിടുന്ന് ഒരു രാത്രി 7:30 ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ കോട്ടക്കൽ എത്തി കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കുറേ കൈ നോക്കുന്ന ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ കുറേ കച്ചവടക്കാരും അതേപോലെ നല്ല തിരക്കുണ്ടായിരുന്ന സമയങ്ങളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് തിരക്കോ കാര്യങ്ങളൊന്നും കാണാറില്ല. അങ്ങനെ പൂരത്തിൻ്റെ അവിടെ എത്തി. അമ്പലത്തിൽ ആണ് കേട്ടോ. അത് കണ്ടില്ലേ, ഏത് മതസ്ഥർക്കും കയറാൻ പറ്റണ അമ്പലമാണ്. അങ്ങനെ എന്നാൽ അവിടെ എന്തോ വയലിൻ കച്ചേരിയാണ് ഉണ്ടായിരുന്നത്. അപ്പം അത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കേട്ടും കണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ആനനെ കാണാൻ പറ്റുമോ എന്ന് ആഫി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്തോ ആന ആ നേരത്തില്ലായിരുന്നു. ആനനെ കാണണമെന്നുണ്ടെങ്കിൽ ഉച്ച തൊട്ടിട്ട് അങ്ങോട്ട് ഉണ്ടാകും അവിടെ. പക്ഷെ നല്ല വെയിലും നല്ല ചൂടായതുകൊണ്ട് തന്നെ ഉച്ചക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അത് കുറച്ച് നേരമൊക്കെ കേട്ടൊക്കെ നിന്നു. നല്ല രസമാണ് കേട്ടോ. ഇവിടെ എല്ലാ വർഷവും പൂരത്തിന് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ 7 ദിവസം ഞാൻ പൂരത്തിന് നിന്നിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട് ഉണ്ട്, സുഹൈൽ എന്ന് പറയും. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ. 17 ദിവസം ഞങ്ങൾ വരും പഠിക്കുന്ന സമയത്ത്. ഞങ്ങൾ ഇന്ന് വിളിച്ചപ്പോഴും കൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ പൂരം നടക്കുന്നുണ്ട്, നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതൊരു വേറെ രസമായിരുന്നു. അങ്ങനെ അവിടുന്ന് അങ്ങനെ ഇറങ്ങി പൂരപ്പറമ്പൊക്കെ പോവാണ് കേട്ടോ. അപ്പൊ എല്ലാ വർഷവും ഉണ്ടാവണം അവിടെ അല്ല ഈ പ്രാവശ്യം പൂരപ്പറമ്പുള്ളത്. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ പൂരപ്പറമ്പുള്ളത്. ഈ വർഷം അവിടെ എന്തോ എന്ന് നടക്കുന്നിടത്ത് സ്ഥല സൗകര്യക്കുറവ് കൊണ്ട് ഇപ്പുറത്തേക്ക് ആക്കിയതാണ്. ഇവിടെ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. പിന്നെ ഇതുവരെ കാണാത്ത കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പൂരപ്പറമ്പിൽ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ കുറെ റൈഡും കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല. മരണക്കിണറൊക്കെ ഒന്ന് കയറി കാണാലോ ഒക്കെ വേണ്ടിയിട്ടായിരുന്നു നിന്നത്. പക്ഷെ അതൊന്നും ആ സമയത്ത് ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്ന് മുതലൊക്കെ ഫുള്ള് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അങ്ങനെ നല്ല രസമായിരുന്നു. അങ്ങനെ ഇന്നൂസിനെയും അതേപോലെ ആഫിട്ടനെയും ഒക്കെ 2-3 റൈഡിലൊക്കെ ഒന്ന് കയറ്റി കൊടുത്തു കേട്ടോ. പിന്നെ ഫുള്ള് കച്ചവടക്കാരാണ്. പിന്നെ അറിയാലോ, ഒരേറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തേലൊക്കെ ഒന്ന് ഒരു വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ 3 ആൾക്കും ഓരോ 2-3 സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ആണ് അവിടുന്ന് പിന്നെ പോകുന്നത്. ഇതിലും പിന്നെ അതേപോലെ വേറെ ഒരു 2 റൈഡിലെങ്ങാനും ഒരു കയറിയിട്ടോ. എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു മരണക്കിണർ. അതേപോലെ വേറൊരു സാധനം ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിലൊന്ന് കയറണം എന്നുണ്ടായിരുന്നു. പക്ഷെ ആ രണ്ടും ഓപ്പൺ അല്ലാത്തതുകൊണ്ട് കയറിയില്ല. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ പോണോന്ന് വേഗം പോയിക്കോളൂ കേട്ടോ. 18-ാം തീയതി വരെയുള്ള